ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചോദ്യം കണ്ടോ? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ ചോദ്യം വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ SCERT പാഠഭാഗത്തിൽ നിന്നാണ്. ആ പാഠഭാഗം ഏതാണ്? തീർച്ചയായും ആ പാഠഭാഗം എന്ന് പറയുന്നത് നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ് ക്ലാസ് 10 ഭൂമിശാസ്ത്രം. PSCക്ക് പഠിക്കുന്നവർ ഈ പാഠഭാഗം പഠിക്കാതെ പോകരുത്. എന്തുകൊണ്ട്? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പഴയ 10ാം ക്ലാസ്സിലെ പാഠത്തിൽ ഇന്ന് എത്ര ചോദ്യങ്ങളാണ് വരുന്നത്? അവിടെ വരുന്നത് മിക്ക പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇന്നൊരു ചോദ്യം കാണാം. കാർഷിക അടിസ്ഥാന ആശയങ്ങൾ, കൃഷിയും വ്യവസായവും തമ്മിലുള്ള ബന്ധം, കേരളത്തിൻ്റെ പ്രാദേശിക പ്രസക്തി, അതിനോടൊപ്പം തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ ചോദ്യങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള കണക്കുകൾ കൂടി പഠിക്കുകയാണെങ്കിലോ 90% നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ ക്ലാസ്സിൽ നിന്നും ഇതിൻ്റെ അനുബന്ധ വസ്തുക്കളിൽ നിന്നും 1 മാർക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ ചോദ്യങ്ങൾ എവിടെയൊക്കെ വന്നു? LDCക്ക് വന്നു. ഈ 2024-25 സ്ഥിതി ഞാൻ പറയുന്നത്. LDCക്ക് വന്നു, സെക്രട്ടറി ഗ്രേഡിന് വന്നു, VEOക്ക് വന്നു, വിമൻ പോലീസ് കോൺസ്റ്റബിളിന് വന്നു, അതുപോലെ തന്നെ മെയിൽ പോലീസ് കോൺസ്റ്റബിളിന് വന്നു, ഫോറസ്റ്റ് ഗാർഡ്, ജൂനിയർ ഇൻസ്ട്രക്ടർ, ക്ലാർക്ക് വിവിധം, UP സ്കൂൾ ടീച്ചർ, ലാസ്റ്റ് ഗ്രേഡ്, സെയിൽസ് അസിസ്റ്റന്റ് തുടങ്ങി ഒട്ടനവധി പരീക്ഷകൾക്ക് വന്ന ചോദ്യമാണ്. വെറുതെ പറയല്ല. 2024 മാത്രം 10th ലെവൽ +2 ലെവൽ ചോദ്യങ്ങളിൽ 23 തവണ ഈ പാഠഭാഗം പ്രത്യക്ഷപ്പെട്ടു. 2023 18 തവണ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. മുന്നേ നമ്മൾ നടത്തിയിട്ടുണ്ട്. 3 പോയിന്റുകൾ വെച്ചിട്ടാണ് ഈ സീരീസ്. കാരണം എന്താണ്? വാരി വലിച്ചു പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം പഠിക്കുക. അതുകൊണ്ട് 2025-ലോ 24-ലോ നടന്ന ഒരു ചോദ്യം എടുക്കുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് കാർഷിക വിളയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് 2020 മുതൽ 2025 വരെ ചോദിച്ച മുഴുവൻ PSC ചോദ്യങ്ങളുടെയും അനുബന്ധ വസ്തുതകൾ, അതോടൊപ്പം PSC ചോദ്യങ്ങളുടെ ഏറ്റവും വലിയ റിസോഴ്സായ ഒരു വലിയ അണക്കെട്ടായ SCERT പഴയ പാഠപുസ്തകത്തിലും പുതിയ പാഠപുസ്തകത്തിലെയും അനുബന്ധ വിവരങ്ങൾ, ഈ 3 ചക്രമുള്ള ഈ ഓട്ടോറിക്ഷ നിങ്ങളെ ഇത് സാധാരണക്കാരൻ്റെ സ്വപ്നമാണ്. LDC, സെയിൽസ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ളത്. ഈ ഓട്ടോറിക്ഷയിൽ കയറിയാൽ ഒരു സാധാരണക്കാരൻ സർക്കാർ ഓഫീസിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് മാറും. 3 ചക്രങ്ങളാണ്, മുടങ്ങാതെ കാണുക. ഒന്ന്, ഈ അടുത്ത കാലത്ത് 2024-ലോ 25-ലോ ചോദിച്ച PSC ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് 2020 മുതൽ 2025 വരെ ഇന്നേ വരെ ചോദിച്ച മുഴുവൻ അനുബന്ധ വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സിലബസിലുള്ള SCERT സിലബസിലെയോ അല്ലെങ്കിൽ പുതിയ സിലബസിലെയോ അനുബന്ധ വസ്തുക്കൾ. ഓക്കെ, ഞാൻ രഘുനന്ദൻ MV. വിൻഡോസ് 2-ൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ സീരീസ് ആദ്യം കാണുന്നവരാണെങ്കിൽ, ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ PSC ഹബിൻ്റെയും ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും 20 മാർക്കുണ്ട് സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് അവിടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കും. ആ ഡെയിലി കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, അതിൽ നിന്ന് ഒരു ക്വിസും ഉണ്ടായിരിക്കും. രാവിലെ 7:30 മണിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നു. 11 മണിക്ക് പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതാത് ദിവസത്തെ കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GKയും വെച്ചിട്ടുള്ളൊരു ക്വിസ്. വീണ്ടും നമ്മൾ 11 മണിക്ക് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആർട്ടിക്കിൾ തരും. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് വായിക്കാനുള്ള PSC പരീക്ഷയിലെ ഒരു ഹോട്ട് ടോപ്പിക്. അത് ഈ രണ്ടിൽ നിന്നുമുള്ളൊരു എക്സാം ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. 10 മാർക്കേ ഉള്ളൂ. ഒരിക്കൽ വന്ന ചോദ്യങ്ങളല്ല, നിങ്ങൾ രണ്ടാമത് വരുമ്പോൾ കിട്ടുക. ഇനി അടുത്തത്, നമ്മൾ മെയിൻ ടോപ്പിക്കിൽ നിന്നൊരു വിഷയം എടുത്തുകൊണ്ട് അത് വിഷയം സീരീസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗം. ഈ പാഠഭാഗങ്ങളൊക്കെ അപ്പോൾ വരും. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് പുറമെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതിൽ നിന്നും നിങ്ങൾക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് 4 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് രാത്രി 7 മണിക്കൊരു എക്സാം. ഇതുകൂടാതെ ടെലിഗ്രാമിൽ ക്വിസുകളും മറ്റ് വിഭവങ്ങളും നിറഞ്ഞ PSC ഹബിൻ്റെ ലിങ്കും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് അസിസ്റ്റൻറ്റിന് വേണ്ടി നമ്മളൊരു മാരത്തോൺ യാത്ര തിങ്കളാഴ്ച മുതൽ തുടങ്ങും. ഇപ്പം തന്നെ റെഡിയാവുക. ഇന്ന് തന്നെ ഉറപ്പിക്കുക തുടർന്നുള്ള എക്സാമുകൾക്കും. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്.
SCERT പാഠഭാഗത്തിൽ പറയുന്നതാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇന്ന് കാർഷിക രാജ്യത്തു നിന്നൊക്കെ മാറിയിരുന്നു. SCERT പാഠഭാഗം എന്നുള്ള ചോദ്യങ്ങൾ അതേപോലെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാഠഭാഗം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ 1990 ശേഷം ഒട്ടനവധി മാറ്റം വന്നിട്ടുണ്ട്. സേവന മേഖലയിലാണ് ഇപ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ എക്കണോമിക്സിൽ പറയാം. ഇപ്പം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ജനസംഖ്യയിൽ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇതിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ വന്നേക്കാം. PSCക്ക് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ്. ഇന്ത്യയുടെ സവിശേഷത നിങ്ങൾ ഓർക്കണം. വൈവിധ്യമാർന്ന കാർഷിക വിളകൾ കേരളത്തിൽ കാണുന്നതല്ല, ഉത്തർപ്രദേശിൽ പോയാൽ കാണുക. തീരപ്രദേശത്ത് കാണുന്നതല്ല, എവിടെ പോയാൽ കാണുക? പീഠഭൂമിയിൽ കാണാൻ പോവുക. പീഠഭൂമിയിൽ കാണുന്നതല്ല, ഉയർന്ന ഹിമാലയൻ മലനിരകളിൽ ഉത്തര മഹാപർവ്വതത്തിൽ കാണുക. വൈവിധ്യമാർന്ന കാർഷിക വിളകളാണ് ഇന്ത്യയുടെ സവിശേഷത. സാമ്പത്തിക പ്രാധാന്യം ടെക്സ്റ്റ് ബുക്ക് പറയുന്നു. ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു. കാർഷിക മേഖലയിൽ നിങ്ങൾ നോക്കിയാൽ നാണ്യവിളകളുമുണ്ട്. ഇപ്പം റബ്ബർ കേരളത്തിനുണ്ട്. ആരെങ്കിലും റബ്ബർ എടുത്ത് കഴിക്കാറുണ്ടോ? ഇല്ല, അത് നാണ്യവിളയാണ്. അത് വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. കൃഷി, ഖനനം, വ്യവസായം, ഗതാഗതം, ഇങ്ങനെ ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥയുടെ അടിത്തറയെക്കുറിച്ചാണ് ഈ പാഠഭാഗം പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ ധാതുക്കളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. വിളകളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആ വിളകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 22-ലധികം തവണ ഈ 2024 കേരള PSCക്ക് ആവർത്തിച്ചു. 2025 ആവർത്തിച്ചിട്ടുണ്ട്. പ്രാധാന്യം മനസ്സിലായോ പാഠത്തിൻ്റെ? ആ പാഠഭാഗം നിങ്ങൾ മൊത്തം പഠിച്ചിരിക്കണം. ഇപ്പം ഭൗതിക ഘടകങ്ങൾ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ ധാതു നമ്മുടെ ഏതിൻ്റെ കാർഷിക വിളകളുടെ ഭൗതിക ഘടകങ്ങൾ, കാലാവസ്ഥ, മണ്ണ്, ഭൂപ്രകൃതി, ഇതും കൂടി നമ്മൾ പഠിക്കും. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് വിളകളെക്കുറിച്ച് മാത്രമല്ല, ആ വിളകൾ ഏത് കാലാവസ്ഥയിലാണ് വളരുന്നത്, ഏത് മണ്ണിലാണ് വളരുന്നത്, അത് ഏത് ഭൂപ്രകൃതിയിലാണ് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഭൂപ്രകൃതികളുണ്ട് അല്ലേ? പ്രധാനമായും 5 ഭൂപ്രകൃതികളുണ്ട്. അതിപ്പോൾ 9ാം ക്ലാസ്സിലെ പാഠഭാഗം തമ്മിൽ വ്യത്യാസമുണ്ട്. പണ്ടത്തെ കാലത്താണെങ്കിൽ ആ ഭൂപ്രകൃതി പറയുക എന്താ? ഉത്തര മഹാപർവ്വതം, ഹിമാലയം അടക്കമുള്ള പ്രദേശം. അത് കഴിഞ്ഞാൽ ഉത്തര മഹാപർവ്വതത്തിൻ്റെ താഴെ ഒരു വലിയ അഗാധ ഗർത്തമായിരുന്നു. ഉത്തര മഹാപർവ്വതത്തിൽ നിന്നുള്ള ഹിമാലയത്തിൽ നിന്നുള്ള 3 നദികൾ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, വർഷങ്ങളായി ഒഴുക്കിക്കൊണ്ടുവന്ന മണ്ണ് കൊണ്ട് ആ മഹാഗർത്തം നിറഞ്ഞു. ഈ നദികളിൽ നിന്ന് വരുന്ന മണ്ണേതാണ്? എക്കൽ മണ്ണാണ്. സമ്പുഷ്ടമായ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ആ മണ്ണ് നിറഞ്ഞാണ് ആ ഉത്തര മഹാപർവ്വതത്തിൻ്റെ താഴെയുള്ള അഗാധഗർത്തം നിറയുന്നത്. അങ്ങനെ നിറഞ്ഞ അവിടെ ഉത്തര മഹാസമതലമായി. അവിടെയാണ് കൃഷി നടക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തര മഹാസമതലത്തിനെ ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ടത് എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. എന്താണ് ഈ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ? മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന എന്നാൽ സമതല പ്രദേശമായ ഒരു ഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി. മാൾവ, ഡെക്കാൻ പീഠഭൂമി, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം വരാറുണ്ട്. 9ാം ക്ലാസ്സിലെ പുതിയ പാഠത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ക്ലാസ്സുകളുണ്ട്. നമുക്ക് കവർ ചെയ്യാം. ഒരിക്കൽ കവർ ചെയ്താണ്, വീണ്ടുള്ള എക്സാമുകൾക്ക് വേണ്ടി കവർ ചെയ്യാം. ആ പീഠഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ധാതുക്കളാണ് അധികം. അതുപോലെ തന്നെ കുതിച്ചൊഴുകി വരുന്ന നദികളുണ്ട് അവിടുന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ ഉത്തര മഹാസമതലവും ഉപദ്വീപീയ പീഠഭൂമിയും കഴിഞ്ഞാൽ തീരപ്രദേശമാണ്. 2 ഭാഗത്ത് കിഴക്കും പടിഞ്ഞാറുമായിട്ട് അല്ലേ? ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 കടലുകളുണ്ട്. അതിൽ നമുക്കറിയാം, കിഴക്കുള്ളത് നമ്മൾ ബംഗാൾ ഉൾക്കടൽ എന്നും പടിഞ്ഞാറുള്ളത് നമ്മൾ എന്തുമാണ് പറയുക? അറബിക്കടൽ എന്നുമാണ് പറയുക. അതിനോട് ചേർന്ന തീരപ്രദേശങ്ങൾ, അറബിക്കടലിലുള്ള ലക്ഷദ്വീപ്, ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുമടക്കം ഇങ്ങനെ 5 എണ്ണമായിരുന്നു പണ്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പം അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്ന തന്നെയാണ്. ഇപ്പം അതിൽ മരുഭൂമി ചേർന്ന് മറ്റിടത്ത് തീരത്തെ പ്രദേശവും ദ്വീപുകളും എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഉത്തര മഹാസമതലം, ഉത്തര മഹാപർവ്വതം, ഉത്തര മഹാസമതലവും അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയും അതുപോലെ തന്നെ. പക്ഷെ ഉത്തര മഹാസമതലത്തിൻ്റെ ചില ഭാഗങ്ങൾ മരുഭൂമിയാണ്. ഇപ്പം രാജസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിലാണ് ഥാർ മരുഭൂമി കിടക്കുന്നത്. അങ്ങനെയായി മാറിയിട്ട് 9ാം ക്ലാസ്സിലെ പുതിയ പാഠഭാഗത്തിൽ കുറേ പുതിയ അടിസ്ഥാന വസ്തുക്കളും കുറേയും കൂടി ഡീപ്പുമായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കത് കവർ ചെയ്യാം.
അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളിലൂടെ അതൊക്കെ നമ്മൾ കവർ ചെയ്യും. ഇത് കൂടാതെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ചരിത്രവുമായി കേരള ചരിത്രം നമ്മൾ കംപ്ലീറ്റ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മറ്റു ഭാഗങ്ങൾ കൂടി കവർ ചെയ്യും. ഇനി നോക്കൂ, അപ്പം അത് നമ്മൾ വളരെ പ്രധാനമാണ്. ഏത് ഭൂപ്രകൃതിയിലാണ് ഇത് കാണുന്നത്? ഇത് ഞാൻ പറയാനുള്ള കാരണം നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. അങ്ങനെ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും, കണ്ണ് ചിമ്മി പോവില്ല. അപ്പം ഏത് കാലാവസ്ഥയിൽ, ഏത് ഭൂപ്രകൃതിയിൽ, ഏത് മണ്ണിനം, പലതരം മണ്ണിനങ്ങളുണ്ട് കേരളത്തിൽ, അല്ലെ ഇന്ത്യയിൽ. എക്കൽ മണ്ണുണ്ട്, അല്ലെ കറുത്ത മണ്ണുണ്ട്, പർവ്വത മണ്ണുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മണ്ണുകളുണ്ട്. ലാറ്ററൈറ്റ് സോയിൽ പോലുള്ള പല മണ്ണുകളും ഉണ്ട്. ഏത് മണ്ണിനത്തിലാണ് ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഒക്കെ ഈ പാഠഭാഗത്ത് നിന്നാണ്. കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കണം. കാരണം ചിലപ്പോൾ ഈ ഓപ്ഷനേ തരുള്ളൂ, അപ്പോൾ ആ ഓപ്ഷൻ എടുക്കണം. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നാൽ അതും എടുക്കണം. കാർഷിക കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പ്രധാന കാർഷിക കാലങ്ങളാണ്. 3 പ്രധാന കാർഷിക കാലങ്ങൾ. ആ 3 പ്രധാന കാർഷിക കാലങ്ങളിൽ ആദ്യത്തെ കാലമാണ് ഖാരിഫ്. ഖാരിഫ് എന്ന് പറഞ്ഞാൽ മൺസൂൺ വിളകൾ എന്നോർത്ത് വയ്ക്കുക. ഈ മഴക്കാലത്തുള്ള വിളകളെയാണ് ഉത്തരേന്ത്യയിൽ പൊതുവായി ഖാരിഫ് വിളകൾ എന്ന് വിളിക്കുന്നത്. മഴക്കാല കൃഷിയാണ് മൺസൂൺ വിളകൾ. എവിടെയാ മഴ ആരംഭം? ജൂൺ. മഴയുടെ അവസാനം ഏതാ? നവംബർ, അല്ലേ? കാരണം തുലാവർഷം കൂടി കഴിയണ്ടേ. ഡിസംബറിലാണ് ശൈത്യകാലം ആരംഭിക്കുക, അല്ലേ? 2 കാലങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും പിന്നെ മൺസൂണിൻ്റെ പിൻവാങ്ങലും. അങ്ങനെ ജൂണിൽ തുടങ്ങി നവംബർ വരെ. എന്ത് പ്രയാസമുണ്ട്, എന്ത് കോഡ് വേണം നമുക്കത് പഠിക്കാൻ. അതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. എന്താണ് ആ വിള? ഖാരിഫ്. മഴക്കാലമാണ്, അവിടെ ഖാരിഫ് വിളയാണ്. സമയം ജൂൺ മുതൽ നവംബർ വരെയാണ്. അപ്പോൾ മൺസൂൺ വിളയാണെന്ന് ഓർക്കുക. അപ്പം തന്നെ ജൂൺ മുതൽ നവംബർ വരെ എന്ന് കിട്ടും. അപ്പം പ്രധാന വിളകൾ നെല്ല്, ചോളം, തിനവിളകളാണ്. ഈ മൺസൂൺ കാലത്ത് ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞാൽ നെല്ല്, ചോളം, തിനവിളകൾ നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതോ നാണ്യവിളകളുണ്ട്, പരുത്തിയുണ്ട്, കരിമ്പുണ്ട്, നിലക്കടലുണ്ട്. ഇതൊക്കെ നാണ്യവിളകളാണ്. അതിൽ പരുത്തി നമുക്കറിയാം വ്യാവസായിക പ്രാധാന്യം എന്താണ്. പരുത്തിയും പരുത്തി എന്ന് പറഞ്ഞാൽ നാണ്യവിളയുമാണ്. ചണവും നാരുവിളയാണ് കേട്ടോ. പരുത്തി നാരുവിളയും കൂടിയാണ്, നാരും ഉണ്ടാക്കാവുന്നു. കരിമ്പ് നമ്മൾ പഞ്ചസാര ഉണ്ടാക്കാനാണ്. നിലക്കടല എണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാണ്യവിളകൾ, നാരുവിളകൾ, ചണവും പരുത്തിയും. ഇതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അടുത്തത് റാബി വിളകളാണ്. റാബി എന്ന് പറഞ്ഞാൽ ശൈത്യകാല വിളകളാണ്. ഖാരിഫ് കഴിഞ്ഞാൽ റാബി തുടങ്ങി. ആ റാബി എന്ന് പറഞ്ഞാൽ ശൈത്യകാലമാണ്. പേജ് 138 പറയുന്നുണ്ട്. നമുക്കറിയാം ശൈത്യം ആരംഭിക്കുന്നത് ഡിസംബറിലാണ്, പക്ഷെ ഇവിടെ നവംബർ മധ്യം എന്ന് ആലോചിക്കുക. പിന്നെ നമ്മുടെ വേനൽ ആരംഭിക്കുന്നത് നമുക്കറിയാം. ശൈത്യം എന്ന് പറയുന്നത് ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയുമാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. അറിയാമല്ലോ, ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയുമാണ് ഇന്ത്യയിലെ ശൈത്യകാലം. അത് ഓർത്തിരിക്കണം. അതിൽ ഫെബ്രുവരിയും കഴിഞ്ഞ് നവംബർ ആദ്യം മുതൽ തുടങ്ങി ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് വേനലിൻ്റെ ആരംഭം വരെ ഇതുണ്ടായിരിക്കും. ഓക്കെ. പ്രധാന വിളകൾ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. അല്ലേ, തണുത്തിരിക്കുമ്പോഴാണല്ലോ 2 പുക വലിക്കാൻ തോന്നുക. അപ്പോൾ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഇനി അടുത്ത കാലം എന്ന് പറയുന്നത് സൈദ് കാലമാണ്. ഇനി ഒരു വേനൽക്കാലമാണ് നമുക്കുള്ളത്. ആ വേനൽക്കാലം നമുക്കറിയാം ഏത് മുതൽ ഏത് വരെയാണ്. അത് യഥാർത്ഥത്തിൽ മാർച്ച്, ഏപ്രിൽ, മെയ് ആണ്. പക്ഷെ ഇവിടെ മാർച്ച് മുതൽ മൺസൂണിൻ്റെ ആരംഭം വരെ. അപ്പോൾ ഈ കാലം ഓർത്തു വെക്കാൻ ഒരു പ്രയാസവുമില്ല. ഈ കാലങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായാൽ മതി. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു പോകണം, അല്ലാതെ അത് കാണാപ്പാടം പഠിക്കുകയല്ല വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഓരോ കാലത്താണ്. മൺസൂൺ കാലത്താണ്, ശൈത്യകാലത്താണ്, അതുപോലെ തന്നെ വേനൽക്കാലത്താണ്. ആ കാലവും നമ്മുടെ മനസ്സിലേക്ക് കയറി. അവിടെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഉണ്ടാക്കുക, അല്ലേ? നമ്മൾ ഈ വേനൽക്കാലത്ത് അല്ലേ നമ്മുടെ പാടത്ത് പച്ചക്കറി ഉണ്ടാക്കുക, അത് ഓർത്തു വെച്ചാൽ മതി, അല്ലേ? പഴം നമ്മൾ ഉണ്ടാക്കുക പലപ്പോഴും നമ്മൾ നേന്ത്രപ്പഴക്കോ മൺസൂൺ ഓണത്തിൻ്റെ സീസണിലാണ്. പക്ഷേ ഈ വേനൽക്കാലത്ത് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ധാരാളമായിട്ട് ജലസേചനം ഉണ്ടെങ്കിൽ അവിടെ പഴക്കൃഷി, വാഴയൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. കേരളത്തിലെ ഈ കാലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, അതും കൂടി ഓർത്തിരിക്കണം. കേരളത്തിലെ കാർഷിക കാലങ്ങളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഞാൻ അഡീഷണലായി ചേർത്താണ്, എക്സാമുകളിൽ വരുന്നതായതുകൊണ്ട്. വിരിപ്പ് എക്സാമിന് വരുന്നതാണേ, അത് മുണ്ടകൻ, ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്കത് വരുമ്പോൾ പറയാം. പക്ഷേ ഈ വിരിപ്പ് മുണ്ടകനും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. വിരിപ്പ് എന്ന് പറഞ്ഞാൽ
ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ്. വേനൽക്കാലം തൊട്ടിട്ട് ഓണക്കാലം വരെ, ആ വിഷുവിനാണ്ട് തുടങ്ങി ഓണം വരെ നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗം. അങ്ങനെ ഒന്ന് ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഇത് കൈ കിട്ടും. ഏപ്രിൽ 14 വിഷു, ഓണം സെപ്റ്റംബറിലല്ലേ. ആ വിഷുവിന് തുടങ്ങി ഓണത്തിന് അവസാനിക്കുന്ന വിരിപ്പുകാലം. കാരണം അതുകൊണ്ട് വളർന്നു വളരുമ്പോൾ അതിമഴ പറ്റില്ല, കനത്ത മഴ പറ്റില്ല. അപ്പോൾ ഒന്ന് വളർന്നു വലുതാവുമ്പോഴേ മഴ കിട്ടാൻ പാടുള്ളൂ. അതാണ് ആ തെക്കൻ മൺസൂൺ എത്തേണ്ട കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തേണ്ടത് നെൽകൃഷി തന്നെയാണ് ഒന്നാമൻ. അവിടെ ഒന്നാമത്തെ വിരിപ്പു. ഇനി മുണ്ടകൻ. മുണ്ടകൻ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ കഴിഞ്ഞു, ഓണമൊക്കെ കഴിഞ്ഞു. ഒക്ടോബറിൽ വേനൽക്കാലത്തെ കണ്ടുകൊണ്ട് ഒരു കൃഷിയാണ്. അതിവേനലിന് മുന്നേ അവസാനിക്കുന്ന ഒക്ടോബർ മാർച്ച്. ആ ഒക്ടോബർ മാർച്ചിൽ വടക്കൻ മൺസൂൺ കിട്ടും നമുക്ക്. അപ്പോഴും മൺസൂൺ കിട്ടും, തുലാവർഷം കിട്ടും. ആ മൺസൂണിൻ്റെ മടക്കം തുലാവർഷം അല്ലേ. ആ തുലാവർഷം കിട്ടി. പിന്നെ നമുക്കറിയാം നവംബർ കഴിഞ്ഞാൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മുടെ അടുത്ത വലിയ വരൾച്ചയൊന്നുമില്ല. നദി ജലാശയങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പം അതല്ല സ്ഥിതി. അപ്പം മാർച്ച് വരെ ആ വേനലിൻ്റെ തുടക്കം വരെ നിൽക്കുന്ന മുണ്ടകൻ. ഓർത്തു വയ്ക്കാൻ എത്ര എളുപ്പം. വടക്കൻ മൺസൂൺ ഇത് അധികവും ശൈത്യകാലത്താണ്. അത് രണ്ടാം നെൽകൃഷി. പിന്നെ 3 പൂവ് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ജലസേചന സൗകര്യമുണ്ടെങ്കിൽ മൂന്നാമത്തെ പൂ കൃഷി ചെയ്യും. അപ്പോൾ വിരിപ്പു, മുണ്ടകൻ, മൂന്നാമതും കൃഷി ചെയ്യും മാർച്ചിന് ശേഷം അല്ലേ. അങ്ങനെയും ചെയ്യാം. അപ്പം കേരളത്തിലെ പ്രധാന കൃഷിക്കാലം ഏതാണ് എന്ന് ചോദിക്കും. അത് വിരിപ്പാണ്. എന്നാൽ ഈ പാഠഭാഗത്ത് തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. ചോദ്യമായിട്ട് കിടക്കുകയാണ്. പാഠഭാഗത്തിൽ എക്സ്പ്ലനേഷൻ ഇല്ല. എക്സ്പ്ലനേഷൻ ടീച്ചേഴ്സ് ടെക്സ്റ്റിലുണ്ട്. എന്താണ് ആ ചോദ്യം? കേരളത്തിൽ ഗോതമ്പ് കൃഷി കുറവായിരുന്നത് എന്തുകൊണ്ട്? കേരളത്തിൽ ഗോതമ്പ് കൃഷി ഇല്ല. കാരണം ഈ കൃഷിക്ക് കാലാവസ്ഥ പ്രധാന ഘടകമാണ്. കേരളം ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഉയർന്ന ഈർപ്പമുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് നമ്മൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അതായത് ഉത്തരേന്ത്യയെ അപേക്ഷിച്ചിടത്തോളം ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ് ഇന്ത്യ അല്ല കേരളം. അതുകൊണ്ട് ഉഷ്ണമേഖലാ കാലാവസ്ഥയുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം, ഇത് ഓർത്തിരിക്കണം. ഇപ്പോൾ ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഉത്തരേന്ത്യയിലേക്ക് പോകരുത്. കാരണം ഉത്തരേന്ത്യയിനെക്കാട്ടിലും അടുത്താണ് ദക്ഷിണേന്ത്യ ഭൂമധ്യരേഖയ്ക്കടുത്ത്. അപ്പം തിരുവനന്തപുരമോ ബാംഗ്ലൂരോ ഏതായിരിക്കും? ആ ചോദ്യം നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അല്ലാതെ കാണാപ്പാടം പഠിച്ചു പോകില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഗോതമ്പ് കൃഷി കുറവായിരിക്കുന്നത് ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. അപ്പം മനസ്സിലായല്ലോ, ഗോതമ്പത്തിന് അത്ര ചൂട് പറ്റില്ല. 2, ഉയർന്ന ഈർപ്പം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ഉയർന്ന ഈർപ്പമുള്ളത്, ഹ്യൂമിഡിറ്റി ഉള്ളത്? കടലിൻ്റെ സ്വാധീനമാണ്. കടലടുത്തുണ്ടെങ്കിൽ അവിടെ ഈർപ്പം കൂടിയിരിക്കും. ഈ 2ഉം ആർക്ക് പറ്റില്ല? ഗോതമ്പ് കൃഷിക്ക് പറ്റില്ല. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പം കാർഷിക വിളകളുടെ വർഗീകരണമാണ് അടുത്തത് വരുന്നത്. ഇപ്പം നമ്മൾ കാർഷിക വിളകളുടെ കാലം കഴിഞ്ഞു. കാർഷിക വിളകളെ ഞാൻ നേരത്തെ പറഞ്ഞു. ഭക്ഷ്യവിളകളുണ്ട്, നാണ്യവിളകളുണ്ട്. ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളുമായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകൾ, ഫുഡ് ക്രോപ്സ് എന്ന് പറയും. നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് ക്രോപ്സ് എന്ന് പറയും. അത് വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ്. അത് കഴിഞ്ഞാൽ തിനവിളകളുണ്ട്. തിനവിളകൾ എന്ന് പറഞ്ഞാൽ ചെറുത്. നമ്മൾ തിനയല്ലേ പക്ഷികൾക്കൊക്കെ കൊടുക്കുക? ചെറുത്. തിന കിട്ടും എന്ന് എഴുതി കാണാറില്ലേ? ചെറിയ ധാന്യം. അതേതൊക്കെയാ? ജോവർ, ബജ്റ, റാഗി. തിനവിളകൾ എന്ന് പറയുന്നത് ജോവറും ബജ്റയും റാഗിയുമാണ്. ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി പ്രധാന ഭക്ഷ്യവിളകളിലേക്ക് കിടക്കാം നമുക്ക്. പ്രധാന ഭക്ഷ്യവിളകളിൽ ഏറ്റവും പ്രധാനിയാണ് നെല്ല്. നെല്ലുമായി ബന്ധപ്പെട്ട് PSC ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ 2 മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറ്. പക്ഷെ എവിടെ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. നെല്ലിനെ കുറിച്ച് പാഠത്തിലെ 109ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് കേട്ടോ. നെല്ല് വ്യാവസായിക പ്രാധാന്യമല്ല, ഭക്ഷണത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഖാരിഫ് വിള കൂടിയാണ്. നെല്ലെന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിള കൂടിയാണ്. ഓർത്തിരിക്കുക. അനുയോജ്യമായ സാഹചര്യങ്ങൾ, എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. എങ്ങനെയാണ് എക്കൽ മണ്ണ് ഉണ്ടാകുന്നത്? നദികൾ, വലിയ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് അല്ലേ അപരദനം കാരണം മണ്ണ്, അതിലത്തെ ഫലഭൂയിഷ്ടമായ മണ്ണ് കുത്തി ഒലിപ്പിച്ച്
അതതിൻ്റെ എവിടെ കൊണ്ടേ നിക്ഷേപിക്കും? അതിൻ്റെ അവസാന ഘട്ടത്തിൽ അത് സമതല പ്രദേശങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കും. അങ്ങനത്തെ എക്കൽ മണ്ണാണ് നമ്മുടെ പാടത്തെ മണ്ണ്. കണ്ടുവോ? എക്കൽ മണ്ണ്, അതാണ് കൃഷിക്ക് അനുയോജ്യം. താപനില, ഉയർന്ന താപനില വേണം. ഗോതമ്പിനെ പോലെ അതിന് ചെറിയ താപനില പോരാ, ഉയർന്ന താപനില വേണം. ഉയർന്ന താപനില എന്ന് പറഞ്ഞാൽ 24 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ. ഒരു ധാരണ കിട്ടിയല്ലോ. മഴ, ധാരാളം മഴ വേണം, നല്ല മഴ വേണം. 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഉറപ്പിച്ചു വെച്ചാൽ മതി. ചൂടെന്ന് പറഞ്ഞാൽ, ഉയർന്ന താപനില എന്ന് പറഞ്ഞാൽ 24 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലാണ്. മഴ എന്ന് പറഞ്ഞാൽ, നല്ല മഴ എന്ന് പറഞ്ഞാൽ 150 സെൻറ്റിമീറ്ററിന് മുകളിലാണ്. 1 മീറ്റർ 1.5 മീറ്റർ ഉയരത്തിൽ ഇങ്ങനെ മൊത്തം വെള്ളം കിട്ടണം. അങ്ങനെ കെട്ടിക്കരുതിട്ട് അവൻ നെല്ല് ചീഞ്ഞു പോകുമെന്നറിയാം മൊത്തം ആ കാലഘട്ടത്തിൽ. ജലസേചനം, മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടു കൂടി ചെയ്യാം, ജലസേചനം കൊണ്ട് ചെയ്യാം. എവിടെയാണ് എക്കൽ മണ്ണ് എവിടെ ഉണ്ടാവുക? നദീതടങ്ങളിൽ, അല്ലേ? അതുപോലെ തന്നെ പ്രദേശങ്ങൾ, തീരസമതലങ്ങളിലും. നദികൾ ഒഴുകിയെത്തുന്നത് എവിടേക്കാ? അത് തീരത്തേക്കാണ്. കാരണം കടലിലേക്കാണ് അധിക നദികളും ഇന്ത്യയിൽ ഒഴുകിപ്പോകുന്നത്. വളരെ കുറഞ്ഞ നദികളാണ് തടാകങ്ങളിൽ ചെന്ന് ചേരുന്നത്, അല്ലേ? ഇപ്പോൾ കരബന്ധിത നദി, ലാൻഡ് ലോക്ക്ഡ് നദി എന്നൊക്കെ പറയാൻ ഇന്ത്യയിലൊരു പ്രധാനമായ നദി ലൂണയാണ്. അത് ലാൻഡ് ലോക്കഡാണ്. അത് നമുക്കറിയാം, ഗുജറാത്തിൽ വെച്ച് മൂപ്പരങ്ങണ്ട് അപ്രത്യക്ഷമാവുകയാണ്. പക്ഷേ അതിൻ്റെ നീർവാഴ്ച അറബിക്കടലിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ നദികൾ ഒഴുക്കി കൊണ്ടുവരുന്നതാണ് എക്കൽ മണ്ണ്. അതുകൊണ്ട് തന്നെ അത് സമതല പ്രദേശത്ത് വന്നിട്ട് അടിയുക. മാത്രമല്ല അത് എവിടെയും കാണും, നദീതടങ്ങളിലും കാണും. അപ്പോൾ എവിടെ? ഹിമാലയത്തിലാണെങ്കിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ, ഹിമാലയം നമുക്കറിയാം, ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്താ? ആദ്യം ഹിമാദ്രി ഉണ്ട്, ഏറ്റവും മുകളിൽ ഹിമാദ്രിയാണ്. അത് കഴിഞ്ഞാൽ ഹിമാചലാണ്, അത് കഴിഞ്ഞാൽ സിവാലിക്കാണ്. അപ്പോൾ മുകളിൽ പറ്റില്ല, അവിടെ എക്കൽ മണ്ണ് എന്തായാലും ഉണ്ടാവില്ല. കാരണം അത്ര കുത്തനുള്ള ചെരുവ. വീണ്ടും നമ്മൾ ഹിമാചൽ നോക്കുകയാണെങ്കിൽ അത് രണ്ടാമതും ഉയരമുള്ളതാണ്. ഏറ്റവും താഴെയുള്ള ഹിമാലയത്തിൻ്റെ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? സിവാലിക് എന്ന് പറയുന്നത്. സിവാലിക്കും ചെരിഞ്ഞിട്ടാ. അപ്പം ചെരിഞ്ഞ പ്രദേശത്ത് പറ്റില്ല, അവിടെ നിന്ന് എക്കൽ മണ്ണ് ഒലിച്ചു പോകും. അതുകൊണ്ട് അവിടെ പർവ്വത ചെരുവുകളിൽ തട്ടുകളാക്കിയിട്ടാണ്. എത്ര സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സിവാലിക് പർവ്വത ചെരുവുകളിലാണ്. അപ്പോൾ 24 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ ചൂട് വേണം, 180 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ വേണം. തീരസമതലങ്ങളിലും അതുപോലെ തന്നെ നദീതടങ്ങളിലുമാണ് എക്കൽ മണ്ണാണ്, ഒക്കെ കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഗോതമ്പിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നെല്ലാണ് 1-ാം സ്ഥാനത്തെങ്കിൽ ഗോതമ്പ് 2-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. ഒരു റാബി വിളയാണ്. മറ്റേത് ഖാരിഫ് വിളയാണ്, മൺസൂൺ കാലത്താണ് വിള. ഇത് റാബി വിളയാണ്. റാബി വിള എന്ന് പറഞ്ഞാൽ ശൈത്യകാല വിളയാണ്. നോക്കൂ, അതുകൊണ്ട് തന്നെ കേരളത്തിൽ പറ്റില്ല. കേരളത്തിൽ അങ്ങനെ പറയപ്പെടുന്ന ഒരു ശൈത്യകാലം ഇല്ല. ക്ലിയർ ആവുന്നുണ്ട്? എത്ര നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കാം. ഇതൊരു ശൈത്യകാല വിളയാണ്, ഒരു റാബി വിളയാണ്. അപ്പോൾ ഏതാണ് ഖാരിഫ് വിള എന്നിട്ട് അതിൽ ഗോതമ്പുണ്ടെങ്കിൽ ഉടൻ കേരളത്തിൽ ഇല്ല, അല്ലേ? അപ്പോൾ അത് എന്താവാം? നല്ല ചൂടിൽ ഉണ്ടാവില്ല, ശൈത്യകാല വിളയാണെന്ന് ഓർക്കാം. അനുയോജ്യമായ സാഹചര്യങ്ങൾ, ഇതിനെയാണ് ഇൻ്റലിജൻറ്റ് ഗസ് എന്ന് പറയുക. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. വെള്ളം പെട്ടെന്ന് ഇല്ലാതെയാവുന്ന എക്കൽ മണ്ണാണ്. നീർവാഴ്ച വേണം, നെല്ലിൻ്റെ പോലെയല്ല. എക്കൽ മണ്ണ് പോരാ, നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് വേണം. നോക്കൂ, ശൈത്യകാല വിളയായതുകൊണ്ട് തന്നെ 10 ഡിഗ്രിക്കും 26 ഡിഗ്രി സെൻറ്റിഗ്രേഡിനിടയിലാണ്. കേരളത്തിൽ വളർത്താൻ പറ്റുമോ? പറ്റില്ലല്ലോ. 10-26 ഓർത്തു വയ്ക്കാൻ അത്ര എളുപ്പമാ. മറ്റത് 24. മഴയാണെങ്കിലോ 75 സെൻറ്റിമീറ്റർ മഴയേ ആവശ്യമുള്ളൂ. മറ്റതിനെ ഇരട്ടിയിട്ട് 150 സെൻറ്റിമീറ്റർ മഴ വേണം. ശൈത്യകാലമായതിനാൽ മഴ ഉണ്ടാവില്ല. എവിടേക്കൊന്നും? ഉത്തരേന്ത്യയിലൊന്നും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. അടുത്തത് 3-ാം സ്ഥാനത്തുള്ള ചോളമാണ്. 1-ാമനെ നെല്ലിനെ പഠിച്ചു, 2-ാമൻ ഗോതമ്പിനെ പഠിച്ചു, 3-ാമൻ നമ്മൾ ചോളത്തെ പഠിക്കുകയാണ്. ചോളം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. ഉഷ്ണകാലം ഖാരിഫാണ്, റാബിയുമാണ്. ചോളത്തിൻ്റെ കാര്യം 3-ാമൻ. അപ്പോൾ 1-ാമൻ ഖാരിഫാണ്, 2-ാമൻ റാബിയാണ്,
മൂന്നാമനോ ഖാരിഫും റാബിയുമാണ്. അനുയോജ്യമായ സാഹചര്യങ്ങൾ ഏതാ? നീർവാഴ്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ്. എക്കൽ മണ്ണ് തന്നെ വേണമെന്നില്ല, ഫലഭൂയിഷ്ടമായ മണ്ണ് മതി. എക്കൽ മണ്ണും അനുയോജ്യം തന്നെ. ഗോതമ്പിൻ്റെ പോലെ 75 സെൻറ്റിമീറ്റർ. പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മധ്യപ്രദേശും കർണാടകയും രാജസ്ഥാനും ഉത്തർപ്രദേശുമാണ്. ഈ പാഠഭാഗത്തിന് നിങ്ങൾ ടെലിഗ്രാമിൽ വന്നാൽ മതി. ഈ പാഠഭാഗത്തൊക്കെ ഇൻ്ററാക്റ്റീവായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ചില കാര്യങ്ങൾ കിട്ടും. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ സംസ്ഥാനങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. പ്രധാന നാണ്യവിളകളിലേക്ക് കടക്കാം. നാരുവിളകൾ, ഇത് ഭക്ഷ്യവിളകളെക്കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനികളെ നമ്മൾ പഠിച്ചു: നെല്ല്, ഗോതമ്പം, ചണം. ഇനി നാണ്യവിളകളിലേക്ക് കൊടുത്താൽ നാണ്യവിളകളിൽ തന്നെ പലതരത്തിലുള്ള വിളകളുണ്ട്. നാരുവിളകളുണ്ട്. പരുത്തിയും ചണവും, അതിൽ നിന്ന് നമുക്ക് നാരുണ്ടാക്കിയെടുക്കാം, ഫൈബർ ഉണ്ടാക്കിയെടുക്കാം. പരുത്തി കൊണ്ട്, ചണം കൊണ്ടൊക്കെയാണ് നമ്മുടെ ഷർട്ട് ഉണ്ടാക്കിയിരുന്നത് പണ്ട്. ഇപ്പോഴല്ലേ പോളിസ്റ്ററൊക്കെ വന്നിട്ടുള്ളൂ. പാനീയ വിളകൾ, തേയില, കാപ്പി, ബീവറേജസ് കോർപ്സ്, കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. സുഗന്ധ വിളകൾ ഞാൻ പറയണ്ടല്ലോ: ഏലം, കുരുമുളക്, ഇഞ്ചി. മറ്റു വിളകൾ, കരിമ്പ്, റബ്ബർ. ഇതിൽ മൂന്നിലും പെടാത്ത മറ്റു നാണ്യവിളകൾ. നാരുവിളകളിൽ പരുത്തിക്ക് ഒരു പേരുണ്ട്: യൂണിവേഴ്സൽ ഫൈബർ. എന്താ മലയാളത്തിൽ പറയാമെന്ന് പറയൂ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിളയാണ് പരുത്തി എന്ന് പറയുന്നത്, കോട്ടൺ എന്ന് പറയുന്നത്. ഇന്ത്യ പരുത്തി ഉൽപ്പാദനത്തിൽ 4ാം സ്ഥാനത്താണ്. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഓർത്തിരിക്കുക, 4ാമത്തെ സ്ഥാനമാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാലാണ് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. ഒരു മലയാളം വാക്കുണ്ട്, കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യൂ. അനുയോജ്യമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? കാലാവസ്ഥ, മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാക്കാലം. മഞ്ഞ് വീഴാൻ പാടില്ല ഇത് വളരുമ്പോൾ, പരുത്തി വളരുമ്പോൾ. നനഞ്ഞു പോകുമെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിക്കുക. അങ്ങനെ നല്ല അതിൻ്റെ റീസൺ. ഇപ്പം മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാക്കാലം, കോട്ടൺ നനഞ്ഞാൽ നന്നാവുമോ? താപനില 20 മുതൽ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ്. നമ്മുടെ ഗോതമ്പിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെയാണ്. നെല്ലിൻ്റെ കാര്യത്തിൽ 24 ഡിഗ്രിക്ക് മുകളിലാണ്. ഇത് 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയാണ്. ചെറിയ തോതിൽ മഴ മതി. കറുത്ത മണ്ണും എക്കൽ മണ്ണും പരുത്തിക്ക് നല്ലതാണ്. അപ്പം നമുക്കറിയാം പരുത്തി കൃഷിക്ക് പറ്റിയ മണ്ണാണ് എവിടെയുള്ള മണ്ണ് എന്ന് നമ്മൾ പറയും? ഡെക്കാൻ പീഠഭൂമിയിലെ മണ്ണ്, ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞിട്ടായിട്ടുള്ള മണ്ണ്, കറുത്ത മണ്ണ് പാലക്കാട്, ചിറ്റൂരുള്ള മണ്ണ്. ഇതൊക്കെ തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കേരളത്തിൽ പാലക്കാട്, ചിറ്റൂർ അല്ലേ. മറ്റേത് ഡെക്കാൻ പീഠഭൂമിയിലെ മണ്ണ്. ആ കറുത്ത മണ്ണ് അവിടെ കണക്ട് ചെയ്ത് വെക്കണം. ആ കറുത്ത മണ്ണും എക്കൽ മണ്ണിലും പരുത്തി വിളയും. പരുത്തി തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ ചില പ്രധാന ഭാഗങ്ങളുണ്ട്. അതും PSCക്ക് ചോദിക്കാറുണ്ട്. 1818 ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ കൊൽക്കത്തയ്ക്ക് സമീപം ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് സ്ഥാപിച്ചത്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരം. ഗ്ലാസ്റ്റർ അല്ലേ. ഇപ്പം പരുത്തി കോട്ടൺ ഡ്രസ്സൊക്കെ ആരാ വാങ്ങുക? അതൊക്കെ സ്റ്റാറുകളാണ് വാങ്ങുക. അപ്പം സ്റ്റാറുകൾ വാങ്ങുന്ന വിലയായി മാറിയിരിക്കുന്നു കോട്ടൺ തുണികൾക്ക് അല്ലേ. അപ്പം ഗ്ലാസ്റ്റർ എന്നങ്ങനെ ഓർത്തു വയ്ക്കാം. 1854 വൻതോതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത് മുംബൈയിലാണ്. നിങ്ങൾക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, ഇന്ത്യയുടെ ഒരു വലിയ പരമ്പരാഗത വ്യവസായങ്ങളുടെയൊക്കെ ഒരു തകർച്ചയ്ക്ക് ഒരു വലിയ പ്രധാന കാരണം ഈ യാന്ത്രികവൽക്കരണവും വ്യവസായങ്ങളും ആരംഭിച്ചതാണ്. അത് ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ ദോഷവും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ആ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണ്. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ മൊത്തം ആധിപത്യം വർദ്ധിപ്പിക്കുന്ന കാലം നമുക്കറിയാം 1757 പ്ലാസി യുദ്ധം മുതൽ. അവിടെ നിങ്ങളുടെ ആരംഭിച്ച 1857 എത്തുമ്പോഴേക്കാണ് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നത്. ആ കാലഘട്ടത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെയാണ് വൻതോതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. 1818 മുംബൈയാണ് കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മുംബൈ കോട്ടൻ്റെ നഗരമാണ്. കയറ്റുമതിക്കൊക്കെ തുറമുഖം അവിടെ ഉണ്ട്. ഈ പരുത്തി തുണികളൊക്കെ പുറത്തേക്കാണ് പോയിരുന്നത്. അതുകൊണ്ട് കോട്ടോണോപോളിസ് എന്ന് പറയുന്നു. എന്താണ് കോട്ടോണോപോളിസ് ആവാനുള്ള കാരണം? ഇതൊരു പ്രസ്താവന ടൈപ്പ് ചോദ്യമായിട്ട് വരാം. കാരണം SSLCയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഴയ പാഠപുസ്തകത്തിൽ. സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത. മറ്റൊന്ന് കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത. ഊർജം കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ. ശുദ്ധജല ലഭ്യത. ധാരാളം മനുഷ്യന്മാരുണ്ട്, തൊഴിലാളികളും വേണ്ടേ. അതന്നെയാണ്, ഇത് ഓർത്തിരിക്കുക. മറ്റൊന്നാണ് ചണം. മറ്റത് യൂണിവേഴ്സൽ ഫൈബർ ആണെങ്കിൽ
ഇത് ഗോൾഡൻ ഫൈബറാണ്, സുവർണ്ണ നാര് എന്നറിയപ്പെടും. യൂണിവേഴ്സൽ ഫൈബറിൻ്റെ മലയാളം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണുള്ളത്. പരുത്തിയിൽ 4 ആണെങ്കിൽ ചണത്തിൻ്റെ കാര്യത്തിൽ, സുവർണ്ണ നാരിൻ്റെ കാര്യത്തിൽ നമ്മൾ 2ാം സ്ഥാനത്താണ്. കാലാവസ്ഥ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ്. താപനില, ഉയർന്ന താപനില വേണം. മഴ നെല്ലിൻ്റെ പോലെ 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ വേണം. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ്. എവിടെയാണ് ചണമുണ്ടാകുന്നത്? ചണമുണ്ടാകുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്തിലാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ അല്ലേ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാൾ അതല്ല, പക്ഷെ അസമിൽ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ അടുത്തുള്ള ഒഡീസ, ഈ ഭാഗത്താണ്. ഈ 3 സംസ്ഥാനങ്ങൾ ഓർത്തു വെക്കാൻ ആ പശ്ചിമ ബംഗാളും അതിൻ്റെ അടുത്തുള്ള അസമിനെയും ഒഡീഷയും ഓർത്തു വെച്ചാൽ മതി. മാത്രമല്ല ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയിലാണ്, നിങ്ങൾക്കറിയാൽ, ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയിലാണ്. ആ ബ്രഹ്മപുത്ര വരുന്ന വഴി നിങ്ങൾക്കറിയാലോ, സുന്ദർബൻ പ്രദേശമൊക്കെ ആ പശ്ചിമ ബംഗാളിലാണ് കിടക്കുന്നത്. അങ്ങനെ ഓർത്തു വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് ഒരു കണക്റ്റഡ് പോയിന്റ് കിട്ടും. കണക്ഷൻസ് ആർ മെമ്മറീസ്. നിങ്ങൾ വിവരങ്ങളെ കണക്ട് ചെയ്ത് പഠിക്കുക, കാര്യം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി പാനീയ വിളകൾ. പാനീയ വിളകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 1ാം സ്ഥാനത്താണ്. പരുത്തിയുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്താണ്. റബ്ബറിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത്. ചണത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ്. തേയിലയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് തേയില. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷികാനുപാതം വേണം തേയിലയ്ക്ക്. 150 സെൻറ്റിമീറ്റർ പോരാ, 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ. നല്ല ചൂട് വേണം, അത് നെല്ലിനേക്കാൾ കൂടുതൽ വേണം. 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൻറ്റി വരെ. എവിടെയാ ഈ തേയിലത്തോട്ടങ്ങൾ നമ്മൾ കാണാറ്? മുന്നാറിലും ഊട്ടിയിലും പോകുമ്പോഴല്ലേ? കുന്നിൻ ചെരുവുകളാണ്. ജൈവാംശമുള്ളതും ജലം വാർന്നു പോകുന്നതുമായ മണ്ണ്. പ്രധാന തേയിലത്തോട്ടങ്ങളുടെ സംസ്ഥാനങ്ങൾ അസമിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലുമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും നിങ്ങൾ മുന്നാറിനെയും ഊട്ടിയെയും ആലോചിച്ചാൽ മതി. പിന്നെ അസം, പശ്ചിമ ബംഗാൾ. കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തിൽ ഇടുക്കി, വയനാട് ജില്ലകളിലല്ലേ? ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത്, ഉയർന്ന പ്രദേശങ്ങളിൽ. മറ്റൊന്ന് വയനാടാണ്. വ്യാവസായിക പ്രക്രിയ ഒന്ന് ഓർത്തു വയ്ക്കുക. തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന തേയില സമീപത്തു തന്നെയുള്ള ഫാക്ടറികളിലാണ് സംസ്കരിക്കുന്നത്. സമീപത്തു തന്നെയുള്ള ഫാക്ടറികളിൽ സംസ്കരിക്കുന്നു. ഇനി അടുത്തത് കാപ്പിയിലേക്ക് പോകാം. കാപ്പി എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ്. ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയാണ്. നമ്മൾ ഉഷ്ണമേഖലാ പ്രദേശത്താണ്. തേയിലയിൽ നമ്മൾ 1ആണെങ്കിൽ കാപ്പിയിൽ നമ്മൾ 6ാം സ്ഥാനത്താണ്. പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ കർണാടകവും കേരളവും തമിഴ്നാടുമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടകം. മിതമായ താപനില മതി, ഉയർന്ന വർഷപാതം വേണം. അന്താരാഷ്ട്ര വിപണികളിൽ ഏറെ ആവശ്യമുള്ള ഒന്നാണ് അറബിക്ക. ആകെ ഉൽപ്പാദനത്തിൽ, ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൽ 3ൽ 2 ഭാഗവും എവിടെ നിന്നാണ്? കർണാടകത്തിൽ നിന്നാണ്. സുഗന്ധ വിളകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയവയാണ് സുഗന്ധവിളകൾ. ഒരു മണമുണ്ട്, ആ മണം ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഏലത്തിൻ്റെ, കുരുമുളകിൻ്റെ, ജാതിയുടെ, ഗ്രാമ്പുവിൻ്റെ, ഇഞ്ചിയുടെ ആ മണം ഒന്ന് ഫീൽ ചെയ്താൽ മതി. ഇപ്പോൾ സുഗന്ധവിളകൾ ഏതാണെന്ന് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും. ഇന്ത്യയിലേക്ക് യൂറോപ്യരെ ആകർഷിച്ചതിൽ പ്രധാന ഘടകമാണ് കാപ്പി. പോലെ പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിളത്തോട്ടങ്ങൾ കാണുന്നത് അല്ലേ? മുന്നാറിലേക്കൊക്കെ പോകുമ്പോഴല്ലേ നമ്മളിത് കാണുക. ഇഞ്ചിയും വയനാടാണ്, നമ്മുടെ നാട്ടിലുണ്ട്. ബാക്കിയുള്ളതൊക്കെ തന്നെ നമുക്കറിയാം മലനിരകളിലാണ്. നീർവാർച്ചയുള്ള മണ്ണാണ്, വനമണ്ണാണ്, മണൽ മണ്ണാണ്. ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥ. ഇനി നമുക്ക് നമ്മുടെ PSC ചോദ്യം നേരത്തെ വന്ന, ഇതൊക്കെ PSCയുടെ അനുബന്ധ ചോദ്യങ്ങളായി വന്നതാണ്. SCERT ബുക്കിലുള്ള അനുബന്ധ വസ്തുതകളുമാണ്. കരിമ്പിനെ കുറിച്ച് പഠിക്കാം. പഞ്ചസാര വ്യവസായത്തിന്റെ അടിസ്ഥാനമാണ്. പുസ്തകത്തിൽ പറയുന്നു ഒരു ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പ്. കരിമ്പും ഉഷ്ണമേഖലാ വിളയാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. അപ്പം ഇന്ത്യക്ക് 2ാം സ്ഥാനം വേറെ ഒന്നിലുണ്ടല്ലോ, അത് ഏതിലാണ്? ഇന്ത്യക്ക് 2ാം സ്ഥാനമുള്ളത് ഏതിലാണ്? ഒന്ന് ഓർത്തു നോക്കൂ. അനുയോജ്യമായ സാഹചര്യങ്ങൾ, ചൂടും മഴയുമുള്ള കാലാവസ്ഥ, കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയവയാണ് മണ്ണിനങ്ങൾ. അപ്പോൾ ഈ ചോദ്യം കണ്ടില്ലല്ലോ, ഇതാ വരുന്നു, വെയിറ്റ് ചെയ്യൂ. പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ ചോദ്യം. സമയബന്ധിത പ്രക്രിയ, ഒരു സമയമുണ്ട്. കരിമ്പിൽ നിന്ന് നമ്മൾ ആ നീരൂറ്റിയെടുത്താൽ അത് പഞ്ചസാരയാക്കി പ്രോസസ്സാക്കി എടുക്കാനുള്ള സമയമുണ്ട്. ആ സമയം വൈകിയാൽ പോവും.
കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് നീരെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. സൂക്രോസിൻ്റെ അളവ് കുറഞ്ഞാൽ മധുരം ഉണ്ടാവില്ല. മധുരത്തിന് വേണ്ടിയിട്ടാണല്ലോ, പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത്. നമ്മുടെ മധുരിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, അല്ലേ? കരിമ്പും പഞ്ചസാരയുമാണ് ഇന്ത്യയുടെ പഞ്ചസാര കൊട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വന്നിട്ടില്ലല്ലോ ചോദ്യം, അല്ലേ? വരുന്നുണ്ട്, വെയിറ്റ്. ഗുർ ഗാൻസാരി എന്താ ഈ സാധനം? ഗുർ എന്ന് പറഞ്ഞാൽ കരിമ്പിൽ നിന്ന് നിർമ്മിക്കുന്ന മധുരമുള്ള വസ്തുവാണ്. അതാണ് പരമ്പരാഗത രീതി. ഇപ്പോഴും മറയൂര പരമ്പരാഗത രീതി ഉപയോഗിച്ചിട്ട് ശർക്കര ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? ഗുർ എന്ന് പറഞ്ഞാൽ കരിമ്പിൽ നിന്ന് നിർമ്മിക്കുന്ന മധുരമുള്ള വസ്തുവാണ്. ഗാൻസാരി എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ പഞ്ചസാരയാക്കി കുറേയും കൂടി അർദ്ധ സംസ്കൃത പഞ്ചസാരയാണ്, മുഴുവനായിട്ടില്ല. അതാണ് ഗാൻസാരി. ഇവ രണ്ടും പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്, ഗുറും ഗാൻസാരിയും. വന്നില്ലേ? ഇതാണ് അവിടെ ചോദിച്ചത്. ഇനി റബ്ബർ. കേരളത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തിന്റെ പ്രത്യേകത പറയുന്നതിന് മുമ്പ് ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ആ പേരൊന്ന് ഓർത്തു വെച്ചോളൂ, സർ വില്യം ഹെൻറി. സർ വില്യം ഹെൻറിയാണ്. ഇത് പാഠപുസ്തകത്തിലല്ല, പഴയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്ക് കുടിയേറ്റത്തിലൂടെ വ്യാപിക്കുന്നു. താപനില 25 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. നെല്ലിനേക്കാൾ 24 ഡിഗ്രിയേക്കാൾ 1 ഡിഗ്രി കൂടുതൽ. മഴ നമ്മുടെ നെല്ലിൻ്റെ അതുപോലെ തന്നെ 150 സെൻറ്റിമീറ്റർ. മണ്ണ് മറ്റ് കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണിൽ വളരും. അതുകൊണ്ടാണ് അധിക കൃഷികളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ റബ്ബർ കാണുക. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളം മോശമല്ലട്ടാ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളമാണ്. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ്. തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2024-25 പ്രകാരമുള്ള ഈ അപ്ഡേഷൻ കൂടി ഒന്ന് പഠിക്കുക. തേയില ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. അത് നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്. കരിമ്പിൻ്റെ കാര്യത്തിൽ പുസ്തകം പറഞ്ഞിട്ടില്ലെങ്കിലും ഓർത്തിരിക്കുക, 2ാം സ്ഥാനമാണ് ഇന്ത്യ. ചണം ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്താണ്. നേരത്തെ എത്രാം സ്ഥാനമാണ് പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. ചണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ എവിടെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. പരുത്തി ഉൽപ്പാദനത്തിൽ 4ാം സ്ഥാനത്താണ്. പാഠപുസ്തകത്തിലെ വസ്തുത അപ്ഡേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി കണ്ട് നോട്ട് എടുക്കുക. മാത്രമല്ല ഇതിൻ്റെ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ടെലിഗ്രാമിൽ വരും. ഇന്ത്യയിലെ ഭക്ഷ്യവിള റാങ്കിങ്. ഇന്ത്യയിൽ നെല്ലാണ് 1ാം സ്ഥാനത്ത്, ഗോതമ്പാണ് 2ാം സ്ഥാനത്ത്, ചോളമാണ് 3ാം സ്ഥാനത്ത്. അത് പാഠപുസ്തകത്തിൽ അതുപോലെ തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല. പ്രധാന ഉൽപ്പാദനം കരിമ്പും പഞ്ചസാരയും ഉത്തർപ്രദേശാണ്. റബ്ബർ കേരളമാണ്. കാപ്പി കർണാടകമാണ്. ചോളം മധ്യപ്രദേശാണ് പ്രധാനി. പരുത്തി ഗുജറാത്താണ്. പരുത്തിയുടെ കാര്യത്തിൽ ഗുജറാത്താണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ മുടങ്ങാതെ എല്ലാവരും ക്ലാസ്സുകൾ കാണുക. വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും തീർച്ചയായിട്ടും. ഇതിൽ നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം.